ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് യൂണിറ്റ് 1 മൊഡ്യൂൾ 1 മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആണ്. അപ്പോൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിലെ വെക്ടേഴ്സ് എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ വെക്ടേഴ്സിൽ നമ്മൾ ഡയമെൻഷൻ അനാലിസിസ് കൂടി ആഡപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ സിലബസിൽ ഡയമെൻഷൻ അനാലിസിസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഡയമെൻഷൻ അനാലിസിസിലേക്ക് നേരെ പോകാം. ഓക്കെ, ഒന്നാമത്തെ ടോപ്പിക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഫിസിക്സിൽ ഉള്ള കാര്യങ്ങളെല്ലാം പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും ഉണ്ട്, അതുപോലെ തന്നെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും ഉണ്ട്. എന്താണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി? ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റികളെ വിളിക്കുന്ന പേരാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ് ഫിസിക്സിലുള്ളത്. ആദ്യത്തെ 3 നമുക്ക് എല്ലാവർക്കും അറിയാം: മാസ്, ലെങ്ത്, ടൈം. ഇതോടൊപ്പം തന്നെ 4 കാര്യങ്ങൾ കൂടി നമ്മൾ ആഡപ്പ് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങൾ ഇവിടെ ബോക്സിൽ നമുക്ക് തന്നിട്ടുണ്ട്: ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ്? ചിലപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അല്ലാത്തത് ഏത് എന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയും നമ്മൾ അറിഞ്ഞിരിക്കണം. 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്: മാസ്, ലെങ്ത്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഇതെല്ലാം ബേസിക് ക്വാണ്ടിറ്റീസ് ആണ്. ഈ 7 കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഫിസിക്സിലെ മറ്റുള്ള എല്ലാ ഇക്വേഷൻസുകളും ഡിറൈവ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഇക്വേഷനുകളെല്ലാം എഴുതാൻ പറ്റും. അപ്പോൾ ഈ 7 ക്വാണ്ടിറ്റികൾ ഒഴികെ മറ്റുള്ള ആളുകളെ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ആ ഡിറൈവ്ഡ് എന്ന് പറയുന്ന ടേം തന്നെ എന്താണ്? ഡിറൈവ്ഡ്. എവിടെ നിന്ന് ഡിറൈവ് ചെയ്യും? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഡിറൈവ് ചെയ്യും. അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റീസ് വിച്ച് ആർ ഡിറൈവ്ഡ് ഫ്രം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ നോൺ ആസ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയിൽ നിന്ന് നമ്മൾ എഴുതിയെടുക്കുന്ന ക്വാണ്ടിറ്റികളെ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്? നമ്മൾ വെലോസിറ്റി പറയും, ആക്സിലറേഷൻ, ഫോഴ്സ്, മൊമെൻറ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്താണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുടെ കോമ്പിനേഷൻസ് ആണ്. അപ്പോൾ ഒന്നുകൂടെ ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്ത് പറയുകയാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ്: ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും. ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത് ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. 7 ആളുകളാണുള്ളത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്ന ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ നിന്നും എഴുതിയെടുക്കുന്ന കാര്യങ്ങളെ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വെലോസിറ്റി, സ്പീഡ്, ആക്സിലറേഷൻ, ഫോഴ്സ്, ഇമ്പൾസ്, വർക്ക്, എനർജി, ഇതെല്ലാം എന്താണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ ആദ്യത്തെ 7 പഠിച്ചിരുന്നു കഴിഞ്ഞാൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ, ഓപ്ഷൻ ഇല്ലാത്തത്. ദെൻ ഡയമെൻഷണൽ ഇക്വേഷൻസ്. An equation obtained by equating a physical quantity which is dimensional formula is called dimensional equations of the physical quantities. ഈ ഡയമെൻഷൻ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളെല്ലാം നമ്മളൊരു സ്പെസിഫൈഡ് നൊട്ടേഷനിൽ റെപ്രസെൻ്റ് ചെയ്യും. സോ അതിനെയാണ് നമ്മൾ ഡയമെൻഷണൽ ഇക്വേഷൻസ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ ഡയമെൻഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മാസ് ക്യാപിറ്റൽ എം എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്താണ്? ക്യാപിറ്റൽ എം. മാസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ എം ആണ്. വളരെ ഇമ്പോർട്ടൻറ്റ്. ഒരു സ്ക്വയർ ബ്രാക്കറ്റ് അപ്പുറം ഇപ്പുറം ഇട്ടിട്ടുണ്ടാവണം. അങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടാൽ മാത്രമേ നമുക്കതിനെ ഡയമെൻഷൻ അനാലിസിസ് ആക്കി പറയാൻ പറ്റുള്ളൂ. ദെൻ ലെങ്ത് ആണെങ്കിൽ ക്യാപിറ്റൽ എൽ കൊണ്ടാണ് നമ്മൾ ലെങ്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ടൈം ആണെങ്കിൽ ക്യാപിറ്റൽ ടി. അപ്പോൾ ഈ 3 കാര്യങ്ങളുമാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത്. നമ്മുടെ ഡിസ്കഷൻ മുഴുവൻ വരുന്നതും ഈ കാര്യങ്ങൾ തന്നെയാണ്. ദെൻ നമുക്ക് ഓരോ എക്സാമ്പിൾസ് ചെയ്യാം. അപ്പോൾ നമ്മൾ മാസിന് ഡയമെൻഷൻ ഫോർമുല പറഞ്ഞു, ലെങ്ത്തിന് ഡയമെൻഷൻ ഫോർമുല പറഞ്ഞു, അതുപോലെ തന്നെ ടൈമിനും ഡയമെൻഷൻ ഫോർമുല പറഞ്ഞു. ഇനി ഈ 3 ആളുകൾ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസുകളുടെ ഡയമെൻഷൻ ഫോർമുലാസ് എഴുതാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. യെസ്, അപ്പോൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം. വെലോസിറ്റി v = എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം.
അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തിലാണ് മെഷർ ചെയ്യുന്നത് നമ്മൾ ആദ്യം ചിന്തിക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ ലെങ്തിലല്ലേ മെഷർ ചെയ്യുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് ആണെങ്കിലും ഡിസ്റ്റൻസ് ആണെങ്കിലും നമ്മൾ ലെങ്ത് എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയിലാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ എന്ത് കൊടുക്കണം? ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം എന്ത് കൊടുക്കണം? എൽ എന്ന് കൊടുക്കണം. എൽ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടുക, എൽ. ദെൻ ടൈം മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? ടൈം മെഷർ ചെയ്യുന്നത് നമ്മൾ ടൈമിലാണ്. ക്യാപിറ്റൽ ടി, റെപ്രസെൻറ്റഡ് ബൈ ലെറ്റർ ക്യാപിറ്റൽ ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ആ താഴെയുള്ള ടിയെ നേരെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുക. ദെൻ എൽ ടി റേസ് ടു മൈനസ് 1, എൽ ടി റേസ് ടു മൈനസ് 1. സോ വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല എന്താണ്? എൽ ടി റേസ് ടു മൈനസ് 1. സോ ഇങ്ങനെയാണ് നമ്മൾ ഡയമെൻഷൻ ഫോർമുല എഴുതുന്നത്. അപ്പോൾ ഒരെണ്ണം കൂടി നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ ഫോർമുല എങ്ങനെ എഴുതാൻ പറ്റും? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എഴുതാം, വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ദെൻ വെലോസിറ്റി ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? എൽ ടി റേസ് ടു മൈനസ് 1 എഴുതുക, എൽ ടി റേസ് ടു മൈനസ് 1 ഡിവൈഡഡ് ബൈ എന്താണ്? ടി. കാരണം ടൈം മെഷർ ചെയ്യുന്നത് ക്യാപിറ്റൽ ടി അല്ലേ, ടി എഴുതുക. ദെൻ ഈ ടിയെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുക, ഇതിനെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുക. സോ എൽ റേസ് ടു 1 ടി റേസ് ടു മൈനസ് 1. ഡിനോമിനേറ്ററുള്ള ടി മുകളിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് ആവുന്നു, ടി റേസ് ടു മൈനസ് 1. സോ എൽ റേസ് ടു 1 ടി റേസ് ടു മൈനസ് 2. അപ്പോൾ ഈ എൽ റേസ് ടു 1 എന്ന് എഴുതിയില്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല, എൽ എന്ന് എഴുതിയാലും മതി. ഓക്കെ, ഒരെണ്ണം കൂടി ഞാനിവിടെ എഴുതി നിങ്ങളെ കാണിക്കാം. നമുക്ക് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഫോർമുല എഴുതാം. ഫോഴ്സ്, അപ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? എഫ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഈ മാസിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ എമ്മിലല്ലേ ഡയമെൻഷൻ ഫോർമുല. അപ്പോൾ ക്യാപിറ്റൽ എം, ആക്സിലറേഷൻ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്? എൽ ടി റേസ് ടു മൈനസ് 2. സോ ഇവിടെ എൽ ടി റേസ് ടു മൈനസ് 2, എൽ ടി റേസ് ടു മൈനസ് 2. അപ്പോൾ ഇതാണ് ഡയമെൻഷൻ ഫോർമുല, എം എൽ ടി റേസ് ടു മൈനസ് 2, ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഫോർമുല. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഒരു ബോക്സിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇക്വേഷൻസ് എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ ലെങ്ത്, ടൈം, മാസ്, വെലോസിറ്റി, ആംഗുലർ വെലോസിറ്റി, ആക്സിലറേഷൻ, എനർജി, ദെൻ എനർജി ഡെൻസിറ്റി, ആംഗുലർ മൊമെൻറ്റം, ഫോഴ്സ്, പവർ. ഇപ്പോൾ പവറൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പവർ കിട്ടും. അപ്പോൾ ഡയറക്റ്റ് ഈ ഡയമെൻഷൻ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്യുക, യു വിൽ ഗെറ്റ് ദി ആൻസർ. അപ്പോൾ ഒന്നെങ്കിൽ ഇത് ബൈഹാർട്ട് ചെയ്യുക. സോ ബൈഹാർട്ട് ചെയ്യണത് ഒരുപാടുണ്ടാവും, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇക്വേഷൻസ്, ബേസിക് ഇക്വേഷൻസ്, ഇപ്പോൾ എഫ് ഈക്വൽ ടു എം എ, അല്ലെങ്കിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം, ആക്സിലറേഷൻ എന്ന് പറയുന്ന വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം, ഇങ്ങനെയുള്ള ബേസിക് ഇക്വേഷൻ മാത്രം പഠിച്ചിരിക്കുക. എന്നിട്ട് എമ്മും എല്ലും ടിയും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇക്വേഷൻ കണ്ടെത്തുക. ഇതാണ് ഡയമെൻഷൻ അനാലിസിസിൽ നമ്മൾ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം. ആപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷൻ അനാലിസിസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഡയമെൻഷൻ അനാലിസിസിലെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്താണ്, ഡെറിവേഡ് ക്വാണ്ടിറ്റീസ് എന്താണ്, ഡയമെൻഷണൽ ഇക്വേഷൻസ് എന്താണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഇതിൻ്റെ യൂസ് എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ആപ്ലിക്കേഷനാണ് പ്രധാനമായിട്ടും ഡയമെൻഷൻ അനാലിസിസിന് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ, ടു ചെക്ക് ദി ഡയമെൻഷണൽ ആക്യുറസി ഓഫ് ദി ഇക്വേഷൻ. നിങ്ങളുടെ കയ്യിലേക്ക് ഒരു ഫിസിക്സിൻ്റെ ഒരു ഇക്വേഷൻ അങ്ങ് തന്നിരിക്കുകയാണ്. ആ ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പരീക്ഷകളിലൊക്കെ നമ്മൾ ഇക്വേഷൻസ് എഴുതാറുണ്ട് അല്ലേ. ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഇക്വേഷൻ മനസ്സിൽ നിന്ന് എടുത്തെഴുതും. കറക്റ്റായിട്ട് ഓർമ്മയില്ലെങ്കിൽ മനസ്സിൽ നിന്ന് നമ്മളൊരു ഇക്വേഷൻ എടുത്തെഴുതും. ആ ഇക്വേഷൻ ശരിയാണോ എന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും. അങ്ങനെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഒന്നാമത്തെ യൂസ് എന്താണ്? ഒരു ഇക്വേഷൻ്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിക്കാം. എങ്ങനെയാണ് യൂസ് വരുന്നതെന്ന് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു പ്രോബ്ലം ചെയ്തുകൊണ്ട് നമുക്ക് ആ കാര്യം പഠിക്കാം. അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം ഞാൻ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇക്വേഷൻസ് ഓഫ് മോഷനാണ്. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്നൊക്കെ പറഞ്ഞ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉണ്ട്. അപ്പോൾ അതുപോലെയുള്ളൊരു ഇക്വേഷനാണ് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. നമ്മൾ NCERT +1 പഠിക്കുന്ന ഇക്വേഷൻസ് ആണ് മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈനിൽ. അപ്പോൾ ഇക്വേഷൻ ഇതാണ്, എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ. ഒരു ഇക്വേഷൻ കറക്റ്റ് ആകണമെങ്കിൽ അതിൻ്റെ ഇടതുവശവും വലതുവശവും ഡയമെൻഷനലി കറക്റ്റ് ആവണം, ബൈ പാർട്സ്. ഫോർ എക്സാമ്പിൾ,
ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന എന്തിലാണ്? ലെങ്തിലാണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം? L എന്ന് കൊടുക്കണം. ഡയമെൻഷണൽ ഇക്വേഷനാണ്. ഈക്വൽ ടു U എന്ന് പറയുന്നത് എന്താ? ഇനീഷ്യൽ വെലോസിറ്റി. ഇനീഷ്യൽ ആയാലും ഫൈനൽ ആയാലും വെലോസിറ്റി ആണ്. വെലോസിറ്റി ഡയമെൻഷൻ ഫോർമുല എന്താ? L T⁻⁻1. ദെൻ T ആണെങ്കിൽ ക്യാപിറ്റൽ T. ടൈമിൻ്റെ T പ്ലസ് കോൺസ്റ്റൻറ്റുകളൊന്നും ഡയമെൻഷൻ അനാലിസിസ് ചെക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഈ ഹാഫ് നമുക്ക് വേണ്ടാന്ന് അല്ലേ? അപ്പോൾ ഹാഫ് വേണ്ട. ബാക്കി എന്തുണ്ട്? ആക്സലറേഷൻ L T⁻². T സ്ക്വയർ ഉണ്ടല്ലോ, സ്ക്വയർ അല്ലേ? ടിയുടെ ഡയമെൻഷൻ ക്യാപിറ്റൽ T ആണ്. സ്ക്വയർ ഉള്ളതുകൊണ്ട് സ്ക്വയർ എഴുതി. നോക്കിയേ, ഇത് രണ്ടും ക്യാൻസലായി പോകില്ലേ? T⁻⁻1 പ്ലസ് 1 T⁻0. എനിത്തിങ് ⁻0 എന്ന് പറയുന്നത് 1 ആണ്. ദെൻ L ഈസ് ഈക്വൽ ടു എന്തെഴുതാം? ഇവിടെ L മാത്രമേ L ഉള്ളൂ, ബാക്കി പ്ലസ് ഇവിടെയും T⁻²ഉം T² ക്യാൻസൽ ആവും. ബാക്കി എന്തുണ്ട്? L മാത്രം അല്ലേ? അപ്പോൾ ഈ Lഉം ഈ Lഉം തുല്യമാണ്, ഈ Lഉം ഈ Lഉം തുല്യമാണ്. അതിനെയാണ് ബൈ പാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് എഴുതണം? LHS ഈസ് ഈക്വൽ ടു എന്താണ്? LHS ഈസ് ഈക്വൽ ടു RHS. വേണമെങ്കിൽ ബൈ പാർട്സ്, ബൈ പാർട്സ്. LHS ഈക്വൽ ടു RHS ബൈ പാർട്സ്. അപ്പോൾ നമുക്ക് പറയാം ഈ ഇക്വേഷൻ എന്താണ്? ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് പറയാം. ഓക്കെ. ദെൻ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ, to reduce relation among physical quantities. നമുക്കിപ്പോൾ ഒരു ഇക്വേഷൻ എഴുതണം. ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് എഴുതണമെന്ന് വിചാരിക്കുക. ആ ഇക്വേഷന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സൊക്കെ നിങ്ങൾക്കറിയാം, പക്ഷേ ആ ഇക്വേഷൻ നിങ്ങൾക്കറിയില്ല. ഡിപ്പെൻഡൻസി അറിയാമെങ്കിൽ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയമെൻഷൻ ഫോർമുല ഉപയോഗിക്കാം. ഒന്നാമത്തെ യൂസ് എന്തായിരുന്നു? നമുക്കൊരു ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. രണ്ടാമത്തെ ഉപയോഗം എന്താണ്? ഒരു ഇക്വേഷൻ്റെ ഡിപ്പെൻഡൻസി അറിയാമെങ്കിൽ നമുക്കതിൻ്റെ ഫോർമുല കറക്റ്റായിട്ട് ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. എക്സാമ്പിൾ, ഡെറിവേഷൻ ഓഫ് ദി ഇക്വേഷൻ ഓഫ് ടൈം പീരീഡ് ഓഫ് എ പെൻഡുലം യൂസിങ് ഡയമെൻഷൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ച് അതിൻ്റെ ഇക്വേഷൻ. ലെറ്റ് ദ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് ദ സിമ്പിൾ പെൻഡുലം ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് ലെങ്ത്, മാസ് ഓഫ് ദ ബോബ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇത്രയും കാര്യങ്ങളായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ്റെ അത് തന്നിട്ടുണ്ടാകുക. അതായത് ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന 3 കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ്റെ തന്നിട്ടുണ്ടാവും. എന്തൊക്കെയായിരിക്കും? ഒന്ന്, മാസ് ഓഫ് ദ ബോബ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതുപോലെ തന്നെ ലെങ്ത്. ഈ 3 കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് ആ കാര്യം നിങ്ങൾ ലെഫ്റ്റ് സൈഡിലൊന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ നോക്കിയേ, ടൈം പീരീഡാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ടൈം പീരീഡ് T ഈസ് പ്രൊപ്പോർഷണൽ ടു എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഗ്രാവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതേ ഓർഡറിൽ എഴുതണമെന്ന് യാതൊരു നിർബന്ധമില്ല. ആദ്യം Gയും രണ്ടാമത് Lഉം പിന്നെ M എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതിൻ്റെ മാസ്, അതിൻ്റെ ലെങ്ത്, അതിൻ്റെ ഗ്രാവിറ്റി, G. അപ്പോൾ ആദ്യം പ്രൊപ്പോർഷൻ ഇടുക. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയൂ? ഇതിനെല്ലാം പവറുകൾ കൊടുക്കുക. വെറുതെ A, B, C. ഓക്കെ, ലെഫ്റ്റിൽ വേണ്ട, റൈറ്റിൽ മാത്രം. അതിപ്പോൾ XY Z എന്ന് എടുത്താലും കുഴപ്പമൊന്നുമില്ല, ABC എന്ന് എടുത്താലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ABC എന്ന് പവർ കൊടുക്കുക. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റൻറ്റ് K കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ T ഈസ് ഈക്വൽ ടു K ഇൻറ്റു M⁻⁴A, L⁻B, G⁻C. ഇനി എന്ത് ചെയ്യണമെന്നറിയോ? ഓരോന്നിനും അതിൻ്റെ ഡയമെൻഷൻ ഫോർമുല നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓരോ കാര്യത്തിനും ഡയമെൻഷൻ ഫോർമുല. ഇപ്പോൾ T തന്നെയാണ്. സോ T ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എടുക്കണോ? വേണ്ട, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡയമെൻഷണൽ അനാലിസിസ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻറ്റുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. അതിൻ്റെ ആവശ്യം നമുക്കില്ല. ദെൻ മാസ് അളക്കുന്നത് ക്യാപിറ്റൽ എമ്മിലല്ലേ? സോ M⁻⁴A. ലെങ്ത് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? ക്യാപിറ്റൽ L-ആണ്. അപ്പോൾ L⁻B. ഈ G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? ആക്സലറേഷൻ തന്നെയാണ് അല്ലേ? അപ്പോൾ ആക്സലറേഷൻ്റെ എന്താ? L⁻⁻²⁻⁶ കണ്ടോ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. M⁻⁴A, L⁻B, L⁻EC,
മൈനസ് 2c. കണ്ടോ? ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് m⁻⁴ l⁻⁴ ഒരു കറക്ഷൻ ഉണ്ട്, l⁻⁴ 0 m⁻⁴ l⁻⁴ t⁻1. അപ്പോൾ ഇവിടെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തിനാണ് m⁻⁴ l⁻⁴? എനിത്തിങ് ⁻⁴ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മാർക്ക് ചെയ്യാം, m⁻⁴ എന്നും l⁻⁴ എന്നും നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം, തെറ്റൊന്നുമില്ല. ഇനി എന്ത് ചെയ്യണമെന്നറിയോ? ഇതിൻ്റെ പവറുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വേറ്റ് ചെയ്യുക. കാണിച്ചു തരാം. ഈ പവറുകൾ ഇക്വേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടെ എമ്മിൻ്റെ പവർ എന്താ? 0 ആണ്. അപ്പോൾ 0 = a എന്ന് എഴുതാം. കണ്ടോ? a = 0. അടുത്തത് എന്താ? l⁻b ആണ്. l⁻0 ആണ് കേട്ടോ, 0. സോ 0 = എന്താണ്? b എന്ന് എഴുതാം. ദെൻ അടുത്തത് t⁻1 എന്ന് പറയുന്നത് -2c. സോ ആ കാര്യങ്ങൾ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ്. a എന്താണ്? 0 ആണ്. b + c എന്ന് പറയുന്നത് 0 ആണ്. -2c = എന്താണ്? 1 ആണ്. എന്ത് ചെയ്യുക? c കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? c = -1/2. ദെൻ b പ്ലസ് ഈ സിയുടെ വാല്യൂ എന്ത് ചെയ്യുക? ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുക. അപ്പോൾ b + -1/2 = 0. അപ്പോൾ b എന്ത് കിട്ടി? 1/2 കിട്ടി. ദാറ്റ് ഈസ് a എന്ന് പറയുന്നത് 0 ആണ്, b എന്ന് പറയുന്നത് 1/2 ആണ്, അതുപോലെ c എന്ന് പറയുന്നത് -1/2. c എവിടെ നിന്നാണ് കണ്ടുപിടിക്കുന്നത്? ഈ ഇക്വേഷൻ നിങ്ങൾക്ക് c കണ്ടുപിടിക്കാമല്ലോ. -2c = 1. അപ്പോൾ c = 1/2. അപ്പോൾ 3 വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഏതൊക്കെ വാല്യൂസ് ആണ്? a കിട്ടി, b കിട്ടി, അതുപോലെ തന്നെ c കിട്ടി. അപ്പോൾ c എന്ന് പറയുന്നത് -1/2 ആണ്, b എന്ന് പറയുന്നത് 1/2 ആണ്, a എന്താണ്? 0 ആണ്. ഈ 3 വാല്യൂസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 വാല്യൂസും നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. t = k × m⁻⁴ l⁻b g⁻c. ഏറ്റവും ആദ്യം എഴുതിയതാണ്. ഈ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ ഇതിൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു k × m⁻⁴ l⁻, b എത്രയാണ്? 1/2. ഇവിടെ 0.5 എന്നാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. 1/2 എന്നാണെങ്കിൽ 1/2 എഴുതാം. g⁻⁻1/2. ദാറ്റ് ഈസ് ഈക്വൽ ടു k × എനിത്തിങ് ⁻⁴ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇനി ഇത് എഴുതേണ്ട ആവശ്യമില്ല. ബാക്കി എന്തുണ്ട്? l/g ⁻⁻1/2 സോറി +1/2. ഈ g താഴത്തേക്ക് പോകുമ്പോൾ അത് പോസിറ്റീവ് ആവും. അപ്പോൾ l/g ⁻1/2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു k × √l/g. ഇതാണ് ടൈം പീരീഡ് ഇക്വേഷൻ. ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം is equal to t is equal to k × √l/g. ഈ k എന്ന് പറഞ്ഞാൽ 2π ആണ്. സോ 2π × √l/g. അപ്പോൾ ചില ആൾ സംശയം തോന്നും, സാറേ ഈ k = 2π എവിടെ നിന്ന് വന്നു എന്നുള്ളത്. k എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റുകളാണ്. കോൺസ്റ്റൻറ്റുകളെ ഒരിക്കലും നമുക്ക് ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം കോൺസ്റ്റൻറ്റുകളെ അവോയ്ഡ് ചെയ്താണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡിപ്പെൻഡൻസി വെച്ചുകൊണ്ട് ഇക്വേഷൻ എഴുതാൻ പറ്റും, പക്ഷേ കോൺസ്റ്റൻറ്റുകളെ നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ t = 2π × √l/g എന്ന് പറഞ്ഞ ഇക്വേഷൻ ഡിപ്പെൻഡൻസി മാത്രം വെച്ചുകൊണ്ട് ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ആദ്യം അതിന് ഡിപ്പെൻഡൻസി പ്രൊപ്പോർഷനായിട്ട് എഴുതുക. അടുത്ത സ്റ്റെപ്പ് എന്താണ്? a b c എന്ന് പവറുകൾ കൊടുക്കുക. അതിൻ്റെ സ്റ്റെപ്പ് എന്താണ്? ഡയമെൻഷണൽ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പവറുകൾ ഇടതുവശവും വലതുവശവും ഇക്വേറ്റ് ചെയ്ത് എയും ബിയും കണ്ടുപിടിക്കുക. ശേഷം ആദ്യം എഴുതിയ ഇക്വേഷനിലേക്ക് എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പുതിയ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഒരു NCERT ടെക്സ്റ്റിൽ +1 ലെവലിൽ വരുന്ന കാര്യങ്ങളാണ് ഇത്രയും. നമ്മുടെ സിലബസിൽ ഇത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തത്.
അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഓർക്കുക, ഡയമെൻഷൻ അനാലിസിസിലെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്, അതുപോലെ ഹോമോജിനിറ്റി ചെക്ക് ചെയ്യുക. അതായത് ലെഫ്റ്റും റൈറ്റും ഈക്വൽ ആണെന്ന് തെളിയിക്കാനുള്ള കാര്യം, അതിന് ഹോമോജിനിറ്റി എന്നും പറയാറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ പഠിക്കേണ്ടത് ഡിറൈവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ദെൻ മെയിൻ കോർ ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്താണ് കോർഡിനേറ്റ് സിസ്റ്റം? ഫിസിക്സിൽ പ്രധാനമായിട്ടും 3 കോർഡിനേറ്റ് സിസ്റ്റംസ് ആണ് നമുക്കുള്ളത്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ്, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്, സ്പെരിക്കൽ കോർഡിനേറ്റ്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കൊച്ചു ക്ലാസ്സുകൾ മുതൽ നമ്മൾ പഠിക്കുന്നതാണ്. എക്സ്, വൈ, ഇസഡ് എന്ന് പറയുന്ന കോർഡിനേറ്റിനാണ് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. പ്ലെയിൻ ആണെങ്കിൽ എക്സും വൈയും വരും, പിന്നെ ഇസഡ് കൂടി വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ 3 ഡയമെൻഷൻ അല്ലെങ്കിൽ സ്പേസിലുള്ള അറേഞ്ച്മെൻറ്റ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫിഗർ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. നമ്മൾ സിമ്പിളായിട്ട് വരയ്ക്കാനാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ വരച്ചാൽ മതി. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്. ചില ആളുകൾക്ക് ഇപ്പോൾ സംശയം വരും, ഇവിടെ ഇസഡ് വരച്ചിട്ട് ഇവിടെ എക്സും വൈയും വരച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ സീരീസിൽ മുഴുവൻ ഉപയോഗിക്കുന്നത് ഇവിടെ എക്സ്, വൈ, ഇസഡ് എന്നാണ്. ഓക്കെ, അത് കംപ്ലീറ്റ് ഫോളോ ചെയ്യുക. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഓരോ കോർഡിനേറ്റ് പഠിക്കുമ്പോഴും നമുക്ക് ഡൗട്ട് വരും. അപ്പോൾ ആദ്യം തന്നെ ഉറപ്പിക്കുക, ഇവിടെ നമ്മൾ എക്സ്, വൈ, ഇസഡ് ഇങ്ങനെയാണ് ഇതിനെ കാണിക്കുന്നത്. റൊട്ടേറ്റ് ചെയ്ത് വെക്കാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ സാധാരണ എക്സ്, വൈ, ഇസഡ് എന്നിങ്ങനെ എടുത്തിട്ടാണ് സാധാരണ പോകുന്നത്. അപ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ എക്സും വൈയും ഇസഡും ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങൾ. പൊസിഷൻ വെക്ടർ ആർ ഈസ് ഈക്വൽ ടു എക്സ് എക്സ് ക്യാപ്പ് പ്ലസ് വൈ വൈ ക്യാപ്പ് ഇസഡ് ഇസഡ് ക്യാപ്പ്. എന്താണ് പൊസിഷൻ വെക്ടർ? നിങ്ങളുടെ കയ്യിൽ ആക്സിസ് ഉണ്ട്, ഇതാണ് നിങ്ങളുടെ ആക്സിസ്. എക്സ്, നേരത്തെ പറഞ്ഞല്ലോ വൈ, ഇത് ഇസഡ്. ദേ ഇവിടെ ഒരു പോയിന്റ് നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യാണ്, ഒരു പോയിന്റ്. ആ പോയിന്റ് എന്ന് പറയുന്നത് എക്സ്, വൈ, ഇസഡ് കോർഡിനേറ്റുകളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ വെക്ടർ ആർ. ഓക്കെ, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, നിങ്ങളുടെ മുറിയുടെ ഒരു മൂലയ്ക്ക് നിന്നും ഡയറക്റ്റ് ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക, ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ആ പോയിന്റ് നിങ്ങൾക്ക് പറയണമെങ്കിൽ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യണം. ഏതൊക്കെയാണ്? നിങ്ങളുടെ ആ കോർണറിൽ നിന്നും എക്സ് അകലം, വൈ അകലം, ഇസഡ് അകലം. ഓക്കെ, അപ്പോൾ നമ്മുടെ റൂം എന്ന് പറയുന്നത് ഒരു എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ എക്സ് വൈ ഇസഡ് കോർഡിനേറ്റിൽ ഏതെങ്കിലും ഒരു പോയിന്റ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ ഒരു ലെങ്ത്തിനെയാണ് നമ്മൾ അതിൻ്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. ആ പർട്ടിക്കുലർ പൊസിഷനിലേക്ക് നമ്മൾ വരയ്ക്കുന്ന ലൈൻ, അതിനെയാണ് നമ്മൾ പൊസിഷൻ വെക്ടർ ആർ എന്ന് പറയുന്നത്. അപ്പോൾ ആറിൽ എക്സ് ഉണ്ടാവണം, വൈ ഉണ്ടാവണം, ഇസഡ് ഉണ്ടാവണം. അതാണ് എക്സ് എക്സ് ക്യാപ്പ്, വൈ വൈ ക്യാപ്പ്, ഇസഡ്. മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള വെക്ടറുകളെയാണ് നമ്മൾ യൂണിറ്റ് വെക്ടറുകൾ എന്ന് പറയുന്നത്. എത്രയാണ്? മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, എക്സ് ദിശയിൽ അതിൻ്റെ യൂണിറ്റ് 1 ആണെങ്കിൽ, അതിൻ്റെ വില 1 ആണെങ്കിൽ അതിനെ അതിൻ്റെ യൂണിറ്റ് വെക്ടർ എക്സ് ക്യാപ്പ് എന്ന് വിളിക്കാം. വൈ ഡയറക്ഷണൽ യൂണിറ്റ് വെക്ടർ നമുക്ക് വൈ ക്യാപ്പ് എന്ന് വിളിക്കാം. ഇസഡ് ഡയറക്ഷണൽ യൂണിറ്റ് വെക്ടർ നമുക്ക് ഇസഡ് ക്യാപ്പ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ എക്സ് എക്സ് ക്യാപ്പ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? എക്സ് ക്യാപ്പ് ഡയറക്ഷനിൽ, എക്സിൻ്റെ ഡയറക്ഷനിൽ ഇപ്പോൾ 10x ക്യാപ്പ് എന്ന് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എക്സ് ഡയറക്ഷനിൽ 10 യൂണിറ്റ് അകലെ നിൽക്കുന്ന പോയിന്റ്. 5y ക്യാപ്പ് എന്ന്, അതിൻ്റെ അർത്ഥം എന്താ? 5 യൂണിറ്റ് അകലെ വൈ ഡയറക്ഷനിൽ നിൽക്കുന്ന പോയിന്റ് എന്നാണ് അർത്ഥം. അപ്പോൾ കൂടെ വരുന്ന ആൾ അതിൻ്റെ ഡയമെൻഷനും, അതായത് അതിൻ്റെ വിലയും മാഗ്നിറ്റ്യൂഡ്, ഡയമെൻഷൻ അല്ല, അതിൻ്റെ മാഗ്നിറ്റ്യൂഡും, റൈറ്റിൽ നിൽക്കുന്ന എക്സ് ക്യാപ്പ് അല്ലെങ്കിൽ വൈ ക്യാപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഡിറക്ഷനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ പൊസിഷൻ വെക്ടർ എന്താണ്? ആർ ക്യാപ്പ്, ആർ വെക്ടർ ആർ ഈസ് ഈക്വൽ ടു എക്സ് എക്സ് ക്യാപ്പ് പ്ലസ് വൈ വൈ ക്യാപ്പ് പ്ലസ് ഇസഡ് ഇസഡ് ക്യാപ്പ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി എന്താ? എലമെൻ്ററി പൊസിഷൻ വെക്ടർ ഡി ആർ ഈക്വൽ ടു ഡി എക്സ് എക്സ് ക്യാപ്പ് പ്ലസ് ഡി വൈ വൈ ക്യാപ്പ് പ്ലസ് ഡി ഇസഡ് ഇസഡ് ക്യാപ്പ്. ഇതിപ്പോൾ ഒരു പോയിൻ്റാണ്. ഇങ്ങനെ നമ്മൾ വരച്ചിട്ട് ഒരു ചെറിയ ലെങ്ത് എലമെൻ്റ് എടുക്കാമെന്ന് വിചാരിക്കുക, ലെങ്ത് എലമെൻറ്റ്. അപ്പോൾ നമുക്ക് ഡി എക്സ് പറയേണ്ടി വരും, ഡി വൈ പറയേണ്ടി വരും, ഡി ഇസഡ് പറയേണ്ടി വരും. അപ്പോൾ ഡി എക്സ് ഡി വൈ ഡി ഇസഡ് എന്ന് പറയുന്നത് ഒരു ചെറിയ ദൂരം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡി എക്സും ഡി വൈയും ഡി ഇസഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡി ആർ ആണെങ്കിൽ ഡി ആർ ഈസ് ഈക്വൽ ടു ഡി എക്സ് എക്സ് ക്യാപ്പ്, ഡി വൈ വൈ ക്യാപ്പ്, ഡി ഇസഡ് ഇസഡ് ക്യാപ്പ്. ദെൻ ലെങ്ത് എലമെൻറ്റ് ഡി എക്സ് ഡി വൈ ഡി ഇസഡ്. മെട്രിക് എലമെൻറ്റ് H1 H2 H3. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ആളാണ്. എന്താണ്? മെട്രിക് എലമെൻറ്റ് H1 H2 H3, അല്ലെങ്കിൽ അതിൻ്റെ H പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ H1 H2 H3 എന്ന് പറയുന്നത് അതിൻ്റെ മെട്രിക് എലമെൻറ്റുകളാണ്.
മെട്രിക് എലമെൻറ്റ് ഇവിടെ 1 1 1 ആണ്. ആരുടേത്? കാർട്ടീഷ്യൻ കോർഡിനേറ്റിൻ്റെത്. ഓക്കെ. ഇനി വോളിയം എലമെൻറ്റ് dx dy dz. ടോട്ടൽ വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ മൂന്നിൻ്റെയും ചെറിയ ലെങ്ത് എലമെൻറ്റുകൾ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വോളിയം എലമെൻറ്റും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. നമുക്കിനി സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് പോകാം. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. ഇതാണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. സിലിണ്ടറിക്കൽ. സോ സിലിണ്ടറിക്കലിലും നമ്മൾ സാധാരണ രീതിയിൽ 3 ആക്സിസുകൾ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യണം. ആ ആക്സിസുകൾ ഏതൊക്കെയാണ്? എക്സ് ആക്സിസ്, വൈ ആക്സിസ്, അതുപോലെ തന്നെ ഇസഡ് ആക്സിസ്. പിന്നെ എന്താണ്? ഇവിടെ ഒരു സിലിണ്ടർ ഉണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ സിലിണ്ടർ. സിലിണ്ടർ. ഓക്കെ. ഇതിനെ നമുക്ക് റോ എന്ന് വിളിക്കാം. റോ. റോ. ഇതിൻ്റെ പ്രൊജക്ഷനാണ് ഇവിടെ. പ്രൊജക്ഷൻ. ഇവിടെ ഒരു ആംഗിൾ റെപ്രസെൻ്റ് ചെയ്യാം. ദിസ് ഈസ് ഫൈ. ഓക്കെ. വേറൊരു ഇമേജ് വരയ്ക്കാം. റോ എന്ന് പറയും. നിങ്ങൾ 6 എന്ന് മാർക്ക് ചെയ്യേണ്ട, കാരണം 6 നമ്മൾ സ്ഫെരിക്കൽ പോളാർ കോർഡിനേറ്റ്സിൽ പറയും. അതുകൊണ്ട് ഇവിടെ റോ എന്ന് മാർക്ക് ചെയ്യുക. ഈ റോയുടെ പ്രൊജക്ഷനെയാണ് നമ്മൾ താഴെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. വിച്ച് ഈസ് വിത്ത് ആൻ ആംഗിൾ ഫൈ. എക്സ്, വൈ, ഇസഡ് ആക്സിസ്. ഇത് റോ ആണെങ്കിൽ ഇതെന്തായിരിക്കും? റോ സൈൻ ഫൈ ആയിരിക്കും. ഇതെന്ന് പറയുന്നത് റോ കോസ് ഫൈ. ഇത് റോ സൈൻ ഫൈ, ഇത് റോ കോസ് ഫൈ. നമുക്കൊരു ക്വാണ്ടിറ്റി, ഒരു പ്രത്യേക ആംഗിൾ തന്നു കഴിഞ്ഞാൽ ആ ക്വാണ്ടിറ്റിയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് സൈൻ തീറ്റ കമ്പോണൻറ്റും മറ്റൊന്ന് അതിൻ്റെ കോസ് തീറ്റ കമ്പോണൻറ്റും. ഇവിടെ ഫൈക്ക് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ആ ലൈൻ ഏതാണോ അതിനെയാണ് അതിൻ്റെ സൈൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റോ സൈൻ തീറ്റ. ഇനി ഫൈ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ആക്സിസ് ഉണ്ടാവുമല്ലോ, ആ ആക്സിസ് ആണ് എന്ത്? റോ കോസ് ഫൈ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ ഇവിടുത്തെ കാര്യങ്ങളിലേക്ക് നോക്കണം. നമ്മൾ കുറച്ച് മുമ്പ് എക്സ് ഈസ് ഈക്വൽ ടു റോ കോസ് ഫൈ, വൈ ഈസ് ഈക്വൽ ടു റോ സൈൻ ഫൈ ആൻഡ് ഇസഡ് ഈസ് ഈക്വൽ ടു എന്താണ്? ഇസഡ്. യെസ്, ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് is equal to rho cos phi, y is equal to rho sin phi, z is equal to z തന്നെ. z എന്ന് പറയുന്നത് കുത്തനെയുള്ള ഹൈറ്റിനെയാണ് നമ്മൾ z എന്ന് പറയുന്നത്. ആ z അത് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഇവിടുത്തെ പൊസിഷൻ വെക്ടർ r എന്ന് പറയുന്നത് r is equal to rho cos phi x cap plus rho sin phi y cap. അതെന്താ അങ്ങനെ എഴുതുന്നത്? സാധാരണ രീതിയിൽ നമ്മൾ പൊസിഷൻ വെക്ടർ റെപ്രസെൻ്റ് ചെയ്യുന്നത് r is equal to x cap plus y cap plus z cap. ഇതാണ് നമ്മൾ സാധാരണ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന പൊസിഷൻ വെക്ടർ. കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ x cap പ്ലസ് y cap പ്ലസ് z cap. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. എക്സിൻ്റെ വാല്യൂ എന്താ? റോ കോസ് ഫൈ. വൈയുടെ വാല്യൂ എന്താ? റോ സൈൻ ഫൈ. ഇസഡിൻ്റെ വാല്യൂ എന്താ? ഇസഡ് തന്നെ. അത്രയും കാര്യം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ എലമെൻ്ററി പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് ഡി റോ റോ ഫൈ, റോ ഡി ഫൈ ഫൈ ക്യാപ്പ്, ഡി ഇസഡ് ഇസഡ് ക്യാപ്പ്. അപ്പോൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിങ്ങൾക്കൊരു കാര്യം റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ അവിടെ എക്സ് വേണം, വൈ വേണം, ഇസഡ് വേണം. അതോടൊപ്പം തന്നെ എന്ത് വേണം? ഫൈ എന്ന് പറയുന്നൊരു ടേം വേണം. എന്താണ്? ഫൈ. അപ്പോൾ ഒറ്റ ഒരു ആംഗിളെ നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ പറയുള്ളൂ. താഴെയുള്ളൊരു ഫൈ ആണ് നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ആംഗിൾ. അപ്പോൾ ഡി ആർ ഈക്വൽ ടു ഡി റോ റോ ക്യാപ്പ് പ്ലസ് റോ ഡി ഫൈ ഫൈ ക്യാപ്പ് ഡി ഇസഡ് ഇൻറ്റു ഇസഡ് ക്യാപ്പ്. നേരത്തെ നമ്മളിവിടെ എക്സ് ഇൻറ്റു എക്സ് ക്യാപ്പ് എന്ന് എഴുതും, വൈ ഇൻറ്റു വൈ ക്യാപ്പ് എന്ന് എഴുതും, ഇസഡ് ഇൻറ്റു ഇസഡ് ക്യാപ്പ് എന്ന് പറയും. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ഡി റോ വരും, ഇവിടുത്തെ സ്ഥാനത്ത് റോ ഡി ഫൈ, ഇവിടെയാണെങ്കിൽ ഡി ഇസഡ് അതുപോലെ തന്നെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലെങ്ത് എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി റോ റോ ഡി ഫൈ ഡി ഇസഡ്.
ഈ ഒറ്റൊരു കാര്യം മാത്രം നിങ്ങൾ പഠിച്ചിരുന്നേ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റും. റോ ക്യാപ്പിൻ്റെ കൂടെയുള്ള എലമെൻ്റ് ആണ് അതിൻ്റെ ലെങ്ത് എലമെൻറ്റ് ഡി റോ. ഫൈ ക്യാപ്പിൻ്റെ കൂടെയുള്ള ലെങ്ത് എലമെൻ്റ് ആണ് റോ ഡി ഫൈ. ഇസഡ് ക്യാപ്പിൻ്റെ കൂടെയുള്ള ലെങ്ത് എലമെൻ്റ് ആണ് ഡി ഇസഡ്. ഓക്കെ, ദെൻ മെട്രിക് എലമെൻറ്റ് 1 റോയ് 1. ഇവിടെ നോക്കിയേ, ഡി റോ ഇൻറ്റു റോ ക്യാപ്പ് കൂടെയുള്ളത് 1 ആണേ 1. റോ ഡി ഫൈ ഇൻറ്റു ഫൈ ക്യാപ്പ് കൂടെയുള്ള ആരാ റോയാണ്. സോ റോയെ ഡി സെഡ് ഇൻറ്റു ഇസഡ് ക്യാപ്പ് കൂടെയുള്ള ആരാ 1 അല്ലേ 1. അതായത് ഇതെന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത്രയും സാധാരണ രീതിയിൽ നമ്മൾ എഴുതുന്ന കാര്യം. കൂടെയുള്ള ആളുകൾ ആരാണോ അതിനെയാണ് നമ്മൾ മെട്രിക് എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പൊസിഷൻ വെക്റ്റർ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ കൂടെ വരുന്ന ആളുകളെ നമുക്ക് മെട്രിക് എലമെൻ്റ് എന്ന് വിളിക്കാം. നേരത്തെ നമ്മൾ ഡി ആർ ഇസ് ഈക്വൽ ടു ഡി എക്സ് ഇൻറ്റു എക്സ് ക്യാപ്പ് പ്ലസ് ഡി വൈ ഇൻറ്റു വൈ ക്യാപ്പ് പ്ലസ് ഡി ഇസഡ് ഇൻറ്റു ഇസഡ് ക്യാപ്പ്. അപ്പോൾ കൂടെ വരുന്ന ആളെന്താ 1 1 1. സോ 1 1 1 എന്ന് നമ്മൾ സാധാരണ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റിലേക്ക് വന്നു. സോ ഡി റോ ഇൻറ്റു റോ ക്യാപ്പ് റോ ഡി ഫൈ ഇൻറ്റു ഫൈ ക്യാപ്പ് ഡി ഇസഡ് ഇൻറ്റു ഇസഡ് ക്യാപ്പ്. അപ്പോൾ ഇവിടെയും എന്താ ഉള്ളത് 1 ഉണ്ട്, റോ ഉണ്ട്, 1 ഉണ്ട്. അപ്പോൾ 1 റോ 1 ആണ് ഇവിടുത്തെ മെട്രിക് എലമെൻ്റ് അഥവാ എച്ച് പാരാമീറ്ററുകൾ H1 H2 H3 എന്ന് പറയുന്നത്. ദെൻ വോളിയം എലമെൻ്റ് ആണെങ്കിൽ റോ ഡി റോ ഡി ഫൈ ഡി ഇസഡ്. ലെങ്ത് എലമെൻ്റ് എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെയാണ് അതിൻ്റെ വോളിയം എലമെൻ്റ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞത് എന്താ ഡി എക്സ് ഡി വൈ ഡി ഇസഡ് അതായിരുന്നു ലെങ്ത് എലമെൻ്റ്. ഇവിടെ എന്താ ഡി റോ റോ ഡി ഫൈ ഡി ഇസഡ്. മൂന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്യാൻ എന്ത് കിട്ടും വോളിയം എലമെൻ്റ് കിട്ടും. അപ്പോൾ ഇവിടെയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ഈ പറയുന്ന മെട്രിക് എലമെൻ്റ് അതുപോലെ തന്നെ എലമെൻ്ററി പൊസിഷൻ വെക്റ്റർ ഡി ആർ ആണ്. അടുത്ത കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ മൂന്നാമത്തെ കോർഡിനേറ്റ് സിസ്റ്റമാണ് സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. ശരി, അപ്പോൾ സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് പോകാം നമുക്ക്. അപ്പോൾ സാധാരണ പോലെ നമ്മൾ എക്സ് കോർഡിനേറ്റ് വരച്ചു, വൈ കോർഡിനേറ്റ് വരച്ചു, ഇസഡ് കോർഡിനേറ്റ് വരച്ചു. ശേഷം പൊസിഷൻ വെക്റ്റർ ആറും നമ്മളിവിടെ മാർക്ക് ചെയ്തു. പൊസിഷൻ വെക്റ്റർ ആറ് ദാ ഇവിടെ ഒരു ലൈൻ നിങ്ങൾ മാർക്ക് ചെയ്യണേ. ഇതാണ് ആ ലൈൻ. ഓക്കെ, ഇത് 6 ആണെങ്കിൽ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആംഗിളാണ് എന്ത് തീറ്റ എന്ന് പറയുന്നത്. സോ ഇത് ആർ സൈൻ തീറ്റ കമ്പോണൻറ്റ്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞായിരുന്നു തീറ്റയുടെ ഓപ്പോസിറ്റ് വരുന്ന ലൈൻ ഏതാണോ അതിന് നമ്മൾ സൈൻ തീറ്റ കമ്പോണൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആർ സൈൻ തീറ്റ കമ്പോണൻറ്റ്. തീറ്റ ടച്ച് ചെയ്ത് കിടക്കുന്ന ലൈൻ ഏതാണോ അതിന് നമ്മൾ കോസ് തീറ്റ കമ്പോണൻ്റ് എന്ന് വിളിക്കും. സോ ഇത് ആർ കോസ് തീറ്റ കമ്പോണൻറ്റ്, ആർ കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യുക, മുകളിൽ നിങ്ങൾ താഴത്തേക്ക് നോക്കി, താഴത്തേക്ക് നോക്കാൻ നേരത്ത് ഇതിൻ്റെ നിഴൽ താഴെ വീഴുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതിനെയാണ് അതിൻ്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. പ്രൊജക്ഷൻ, ആ പ്രൊജക്ഷൻ ആർ സൈൻ തീറ്റ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ഇത് തന്നെയാണ് ഇവിടെ വന്ന് വീഴുന്ന പ്രൊജക്ഷൻ. സോ ആർ സൈൻ തീറ്റ. ഇനി ഇവിടെ ഒരു ആംഗിൾ ഫൈ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ആ ഫൈക്ക് താഴെ വരുന്ന വൈ ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ സൈൻ ഫൈ. എന്താണ് ആർ സൈൻ തീറ്റ സൈൻ ഫൈ. എങ്ങനെ എഴുതാൻ സാധിച്ചു? തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നമ്മൾ എന്ത് കമ്പോണൻ്റ് എന്നാണ് പറയുന്നത്? സൈൻ തീറ്റ കമ്പോണൻറ്റ്. ഇവിടെ ഫൈ ആണ്, അപ്പോൾ സൈൻ ഫൈ. ഇവിടെ ആറിന് വരെ എന്താ ഉള്ളത്? ആർ സൈൻ തീറ്റ എന്നാണ്. സോ ആർ സൈൻ തീറ്റ സൈൻ ഫൈ. അപ്പോൾ ഇതെന്തായിരിക്കും? ആർ സൈൻ തീറ്റ കോസ് ഫൈ. ആർ സൈൻ തീറ്റ കോസ് ഫൈ. തീറ്റയുടെ അടുത്ത് നിൽക്കുന്ന ആളെ നമ്മൾ കോസ് കമ്പോണൻ്റ് എന്ന് വിളിക്കും. തീറ്റയോട് അകലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നമ്മൾ സൈൻ തീറ്റ കമ്പോണൻ്റ് എന്നുമാണ് സാധാരണ പറയുന്നത്. അപ്പോൾ ഇവിടെ റെപ്രസെൻറ്റേഷൻ എല്ലാം കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ പൊസിഷൻ വെക്റ്റർ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എക്സ് ക്യാപ്പ് പ്ലസ് വൈ വൈ ക്യാപ്പ് പ്ലസ് ഇസഡ് ഇസഡ് ക്യാപ്പ്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ എക്സ് എക്സ് കമ്പോണൻറ്റ്. ദെൻ ഇതാണ് നമ്മുടെ എന്ത് വൈ കമ്പോണൻറ്റ്, കാരണം വൈ ഡയറക്ഷന് പാരലാണത്. ദെൻ ഇസഡ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഇസഡ് കമ്പോണൻറ്റ്. അപ്പോൾ എന്ത് ചെയ്യുക? എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വൈൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇസഡിൻ്റെ വാല്യൂ ഇതിൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പൊസിഷൻ വെക്റ്റർ ഒരു സ്ഫെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോഴും ചില ആൾക്ക് സംശയം ഉണ്ടാകും ഇതെങ്ങനെയാണ് എവിടെയാണ് സ്ഫെരിക്കൽ വരുന്നതെന്ന്. സോ ഇവിടെ നമ്മളിങ്ങനെ റൗണ്ട് വരച്ചാണ് നമ്മൾ സാധാരണ സ്ഫെരിക്കലായിട്ട് പറയുന്നത്. കണ്ടോ, അത് സ്ഫെരിക്കലായി. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തുള്ള ആക്സിസുകൾ മാത്രമാണ് സാധാരണ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ആർ എഴുതി,
എലമെൻ്ററി പൊസിഷൻ വെക്ടർ ഡി ആർ ആർ ക്യാപ്പ്, ആർ ഡി ഫൈ ഫൈ ക്യാപ്പ്, അതുപോലെ തന്നെ ആർ സൈൻ തീറ്റ, ഡി ഫൈ ഫൈ ക്യാപ്പ്. അപ്പോൾ ഇവിടെയും നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട കാര്യമുണ്ട്. ഏതാണ്? ഒന്ന് എലമെൻ്ററി പൊസിഷൻ വെക്ടറും അതുപോലെ തന്നെ അതിൻ്റെ മെട്രിക് എലമെൻറ്റും. സോ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും വേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സിഗ്നിഫിക്കൻ്റ് അല്ല എന്നല്ല, സിഗ്നിഫിക്കൻ്റ് ആണ്. പക്ഷേ എങ്കിൽ പോലും പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് പോകുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ തറവായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ റീകളക്ട് ചെയ്യാണ്. പ്രധാനമായിട്ടും 3 കോർഡിനേറ്റ് സിസ്റ്റം: കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം, സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. സോ എല്ലാത്തിലെയും മെട്രിക് എലമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ്. H1, H2, H3. ആദ്യത്തെ കാർട്ടീഷ്യനിലാണെങ്കിൽ 1, 1, 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. സിലിണ്ടറിക്കൽ പോളാർ കോർഡിനേറ്റ് ആകുമ്പോൾ 1, റോയ് 1. സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ 1, R, അതുപോലെ തന്നെ R സൈൻ തീറ്റ. ഓക്കെ, അടുത്തത് ഓപ്പറേറ്ററുകളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യണമെങ്കിൽ ഇലക്ട്രോ ഡൈനാമിക്സിലാണെങ്കിലും ക്വാണ്ടം മെക്കാനിക്സിലാണെങ്കിലും പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓപ്പറേറ്ററുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓപ്പറേറ്ററാണ് ഡെൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഈ ഡെൽ ഓപ്പറേറ്റർ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സന്ദർഭം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതുമ്പോൾ ഡെൽ സ്ക്വയർ സൈ എ പ്ലസ് 2/h ക്രോസ് സ്ക്വയർ ഡി മൈനസ് വി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അവിടെ ഒരു ഡെൽ സ്ക്വയർ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ആ ഡെൽ എന്ന് പറയുന്നത് ഈ ഡെല്ല് തന്നെയാണ്. ഓക്കെ, ചില ആൾക്ക് ഇപ്പോഴും സംശയമായി എന്തിനു വേണ്ടിയിട്ട് ഈ ഡെല്ലൊക്കെ ഉപയോഗിക്കണമെന്ന്. ഡെൽ ഒരുപാട് സ്ഥലങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇലക്ട്രോ ഡൈനാമിക്സിലാണെങ്കിലും ഡെൽ സ്ക്വയർ വി ഈസ് ഈക്വൽ ടു മൈനസ് റോ ബൈ എപ്സിലോൺ 0 എന്ന് പറഞ്ഞൊരു പോയിസൺ ഇക്വേഷൻ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആണെങ്കിൽ ഡെൽ സ്ക്വയർ സൈ പ്ലസ് 2/h ക്രോസ് സ്ക്വയർ ഡി മൈനസ് വി ഇൻറ്റു സൈ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് ഗ്രേഡിയൻ്റ്, ഡൈവേർജൻ്റ്, കേള്, 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഗ്രേഡിയൻ്റ് ആണ് പഠിക്കുന്നത്. സോ ഗ്രേഡിയൻ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ സ്കേലാറിലുള്ള കാര്യത്തെ വെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ ഗ്രേഡിയൻ്റ് ഉപയോഗിക്കുന്നത്. വീണ്ടും സംശയം വരുന്നു, എന്താണ് സ്കേലാർ, എന്താണ് വെക്ടർ? വില മാത്രമുള്ള ക്വാണ്ടിറ്റിയെ പറയുന്ന പേരാണ് സ്കേലാർ എന്ന് പറയുന്നത്. എ ക്വാണ്ടിറ്റി ഹാവിങ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ഈസ് നോൺ ആസ് സ്കേലാർ. എക്സാമ്പിൾ ടൈം ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഇനി വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. വിലയും ദിശയുമുള്ള ക്വാണ്ടിറ്റികളെ നമ്മൾ വെക്ടേഴ്സ് എന്നാണ് സാധാരണ രീതിയിൽ പറയുന്നത്. എക്സാമ്പിൾ വെലോസിറ്റി ഒരു വെക്ടറാണ്. വെലോസിറ്റി എന്ന് പറയുന്ന വെക്ടറാണ്. ആക്സലറേഷൻ എന്ന് പറയുന്ന ഒരു വെക്ടറാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സ്കേലാറിനെ വെക്ടറായി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യത്തെയാണ് നമ്മൾ അതിൻ്റെ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഗ്രേഡിയൻ്റ്. അപ്പോൾ ഗ്രേഡിയൻ്റ് നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ പറയാൻ പറ്റും, പോളാർ കോർഡിനേറ്റിൽ പറയാൻ പറ്റും, സ്പെരിക്കലിലും പറയാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഗ്രേഡിയൻ്റ് ആദ്യം നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ പറയും, അതിനുശേഷം നമ്മളത് സ്പെരിക്കലിൽ പറയും, പോളാറിൽ പറയും, അതിനുശേഷം നമ്മൾ സ്പെരിക്കലിൽ പറയും. ഇത് കഴിയുമ്പോൾ ഡൈവേർജൻ്റ് പഠിക്കും. ഡൈവേർജൻറ്റും ഈ 3 കോർഡിനേറ്റുകൾ നമ്മൾ പറയും. അതിനുശേഷം കേളും ഈ 3 കോർഡിനേറ്റുകൾ നമ്മൾ പറയും. അപ്പോൾ ഒരു ജനറൽ ഫോം ഉണ്ട്. ഈ ജനറൽ ഫോം നമുക്കറിയാമെങ്കിൽ എല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒറ്റ കാര്യം നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുക. ഡെൽ ഓപ്പറേറ്ററിൻ്റെ ജനറൽ ഫോം E1 ക്യാപ് ഡിവൈഡ് ബൈ H1 ഇൻറ്റു ഡോ ബൈ ഡോ U1 പ്ലസ് E2 ക്യാപ് ഡിവൈഡ് ബൈ H2 ഇൻറ്റു ഡോ ബൈ ഡോ U2 പ്ലസ് E3 ക്യാപ് ഡിവൈഡ് ബൈ H3 ഇൻറ്റു ഡോ ബൈ ഡോ U3. അപ്പോൾ E1 ക്യാപ് എന്താണ്, E2 ക്യാപ് എന്താണ്, E3 ക്യാപ് എന്താണ്? ഇതെല്ലാം യൂണിറ്റ് വെക്ടറുകളാണ്. ദെൻ H1, H2, H3 എന്ന് പറയുന്ന പാരാമീറ്ററുകളാണ്. സോ U1 എന്ന് പറയുന്നത് എക്സ്, വൈ, ഇസഡ്. അപ്പോൾ ഒരു കോർഡിനേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് നോട്ട് ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെൽ ഓപ്പറേറ്ററിൻ്റെ ജനറൽ ഫോം. ഗ്രേഡിയൻ്റ് ഓഫ് എ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് വരാം. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ അകത്ത് E1, E2, E3 എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, എക്സ് ക്യാപ്പ്, വൈ ക്യാപ്പ്, ഇസഡ് ക്യാപ്പ്. മെട്രിക് എലമെൻറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, 1, 1, 1. ഡെൽ ഓപ്പറേറ്റർ എന്താ? E1 ക്യാപ്പ് ഡിവൈഡ് ബൈ H1. സോ E1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? എക്സ് ക്യാപ്പ്. H1 എത്രയാണ്? ഡിവൈഡഡ് ബൈ 1 ഡോ ബൈ ഡോ എക്സ് പ്ലസ് വൈ ക്യാപ്പ്. E2 ക്യാപ്പ് എന്ന് പറയുന്നത് വൈ ക്യാപ്പ് ഡിവൈഡഡ് ബൈ 1 ഡോ ബൈ ഡോ വൈ പ്ലസ് E3 ക്യാപ്പ്, ഇസഡ് ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ ഇസഡ്. സോ ഇതാണ് നമ്മുടെ ഗ്രേഡിയൻ്റ് ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് ഗ്രേഡിയൻ്റ് ഇൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. ഓപ്പറേറ്റർ del is equal to E1 cap divided by H1 into dou by dou U1 plus E2 cap divided by H2 into dou by
ഡോ u2 പ്ലസ് അടുത്ത തേർഡ് ടേം അങ്ങനെ പോകും. അപ്പോൾ E1 E2 E3 തന്നിട്ടുണ്ട് റോ 5Z. അപ്പോൾ E1 ക്യാപ്പിന് വരെ നിങ്ങൾക്ക് എന്ത് എഴുതാം? റോ ക്യാപ്പ് എന്ന് എഴുതാം. H1 എന്താണ്? 1 ആണ്, കാരണം ഫസ്റ്റ് മെട്രിക് എലമെൻറ്റ് 1 അല്ലേ. ഇനി പ്ലസ് 5 ക്യാപ്പ് E2 ക്യാപ്പ് എന്ന് പറയുന്നത് 5 ക്യാപ്പ് ഡിവൈഡഡ് ബൈ എന്താണ്? റോ ഡോ ബൈ ഡോ വൈ പ്ലസ് ഇസഡ് ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ ഇസഡ്. മെട്രിക് എലമെൻറ്റ് 1 ആണ്. അപ്പോൾ ഇവിടെയും നമുക്ക് ഇക്വേഷൻ കിട്ടി. ഗ്രേഡിയൻ്റ് ഓഫ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റം, സിലിണ്ടറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. ദെൻ ഇതുപോലെ തന്നെ എഴുതാമല്ലോ. സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ആർ ക്യാപ്പ് തീറ്റ ക്യാപ്പ് 5 ക്യാപ്പ് 1 R സൈൻ തീറ്റ. നേരത്തെ കണ്ട ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡെല്ലിൻ്റെ വാല്യൂ കിട്ടും. സോ ഈ ഡെല്ലിൻ്റെ വാല്യൂ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്തതിലേക്ക് പോരുവാണ് ഡൈവേർജൻറ്റ്. അപ്പോൾ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്കേലാർ ക്വാണ്ടിറ്റി തന്നെങ്കിൽ ആ സ്കേലാർ ക്വാണ്ടിറ്റിയെ നമുക്ക് വെക്റ്റർ ക്വാണ്ടിറ്റിയായി കൺവേർട്ട് ചെയ്യാൻ നമുക്ക് ഗ്രേഡിയൻ്റ് ഉപയോഗിക്കാം. എവിടെയാണ് ഡൈവേർജൻറ്റ് ഉപയോഗിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ചെയ്യാം നമുക്ക്. അതായത് നമ്മുടെ കയ്യിൽ ഒരു വെക്റ്റർ ഉണ്ട്, വെക്റ്റർ. ഈ വെക്റ്ററിനെ സ്കെയിലാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഈ പറയുന്ന ഡൈവേർജൻറ്റ് ഉപയോഗിക്കുന്നത്. നമുക്ക് കയ്യിലൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ഉണ്ട്, ആ വെക്റ്റർ ക്വാണ്ടിറ്റിയെ നേരെ സ്കെയിലാർ ക്വാണ്ടിറ്റി ആക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഡൈവേർജൻറ്റ് എന്ന് പറയുന്ന ഓപ്പറേഷൻ അവിടെ ചെയ്താൽ മതി. ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്കവിടെ പറയാം. ഡെൽ ഡോട്ട് എ എന്നാണ്. ഇപ്പോൾ എ എന്ന് പറയുന്നത് നമുക്കൊരു വെക്റ്റർ തന്നിട്ടുണ്ട്. വെക്റ്റർ എ ഈസ് ഈക്വൽ ടു A1 E1 ക്യാപ്പ് പ്ലസ് A2 E2 ക്യാപ്പ് പ്ലസ് A3 E3 ക്യാപ്പ്. അപ്പോൾ ഇവിടെയും ഒരു ജനറൽ ഫോം ഉണ്ട്. ആ ജനറൽ ഫോം അറിയാമെങ്കിൽ സിലിണ്ടറിക്കലിൻ്റെ ആണെങ്കിലും സ്പെരിക്കലിൻ്റെ ആണെങ്കിലും കാർട്ടീഷ്യൻ്റെ ആണെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ വാല്യൂ കിട്ടും. അല്ലെങ്കിൽ ഇതെല്ലാം കാണാണ്ട് പഠിക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല. 3 ജനറൽ ഫോം ഉണ്ട്: ഗ്രേഡിയൻറ്റിന്, ഡൈവേർജൻറ്റിന്, കേളിന്. ഇത് 3 മാത്രം പഠിച്ചിരിക്കുക. മെട്രിക് എലമെൻറ്റും അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെൽ ഡോട്ട് എ ഈസ് ഈക്വൽ ടു 1 ബൈ H1 H2 H3 ഡോ ബൈ ഡോ U1 ഓഫ് A1 H2 H3 പ്ലസ് ഡോ ബൈ ഡോ U2 A2 H1 H3 പ്ലസ് ഡോ ബൈ ഡോ U3 A3 H1 H2. ഇത് പഠിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. 1 ബൈ H1 H2 H3 നമുക്ക് എന്താ ഓൾറെഡി അറിയാം. ഡോ ബൈ ഡോ U1 വരുമ്പോൾ H1 ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ A1 H2 H3. ഡോ ബൈ ഡോ U2 വരുമ്പോൾ H2 ഉണ്ടാവാൻ പാടില്ല, പകരം A2 വരണം. A2 ഇൻറ്റു H1 H3 പ്ലസ് ഡോ ബൈ ഡോ U3 വരുമ്പോൾ H3 ഉണ്ടാവാൻ പാടില്ല, പകരം A3 ആവണം. അപ്പോൾ എല്ലാത്തിലും H1 H2 H3 ആണുള്ളത്. അപ്പോൾ ആദ്യത്തേതാണെങ്കിൽ H1 വരണ്ട, രണ്ടാമത്തേതാണെങ്കിൽ H2 വരണ്ട, മൂന്നാമത്തേതാണെങ്കിൽ H3 വരണ്ട. സോ അങ്ങനെ മാത്രം ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. ശരി. അപ്പോൾ ഗ്രേഡിയൻ്റ് ഓഫ് എ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. ഈ ഗ്രേഡിയൻ്റ് നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നേരത്തെ എഴുതിയ പോലെ E1 E2 E3 എഴുതി, H1 H2 H3 എഴുതി. നമുക്ക് A എന്ന് പറയുന്നത് AX X ക്യാപ്പ് പ്ലസ് AY Y ക്യാപ്പ് AZ Z ക്യാപ്പ് എന്ന് തന്നിട്ടുണ്ട്. സോ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി വാല്യൂസ് എല്ലാം, നമുക്ക് അതുപോലെ തന്നെ കിട്ടും. സോ ഇതാണ് നമ്മുടെ ഡെൽ ഡോട്ട് എ. ഡെൽ ഡോട്ട് എ ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് AX പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് AY പ്ലസ് ഡോ ബൈ ഡോ Z ഓഫ് AZ. വെറുതെ ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുള്ളൂ, പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇതിപ്പോൾ നിങ്ങൾ ഒരു ഫോം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം ഈസി ആയിട്ട് തോന്നും. ഡൈവേർജൻറ്റ് ഓഫ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. ഇത് റോ ക്യാപ്പ് 5 ക്യാപ്പ് Z ക്യാപ്പ് E1 E2 E3 H1 H2 H3 എന്ന് പറയുന്നത് 1 റോയ് 1. ആദ്യം പഠിച്ച അതുപോലെ തന്നെ വീണ്ടും ഇങ്ങോട്ട് നമ്മൾ എഴുതുന്നേ ഉള്ളൂ. കണ്ടോ? AX ആണെങ്കിൽ ഇവിടെ A റോയ് ആവും, AY എന്ന് പറയുന്നത് A5 ആവും, AZ തന്നെ. കാരണം കോർഡിനേറ്റ് സിസ്റ്റം ഏതാണോ അത് തന്നെ ഇവിടെ ഉപയോഗിക്കണം. അവിടെ എക്സും വൈയും ഇസഡ് മതി, ഇവിടെ ആണെങ്കിൽ റോയ 5 ഇസഡ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ നമുക്ക് ഡെൽ ഡോട്ട് എ ഈസ് ഈക്വൽ ടു ഫൈനലി ഇങ്ങനൊരു വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ പറയുന്നു, ഇതൊന്നും കാണാതെ പഠിക്കാൻ പോകണ്ട. ജനറൽ ഫോം മാത്രം നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ H1ഉം H2ഉം H3യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആകെ പഠിക്കേണ്ടത് 3 ഇക്വേഷൻസ് ആണ്. അതിൽ നിന്നും നിങ്ങൾക്ക് ഇതെല്ലാം ഡിറൈവ് ചെയ്യാനായിട്ട് പറ്റും. സെയിം ഡൈവേർജൻറ്റ് ഓഫ് സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. ആർ ക്യാപ്പ് 5 ക്യാപ്പ് ഇസഡ്, ആർ ക്യാപ്പ് തീറ്റ ക്യാപ്പ് 5 ക്യാപ്പ് H പാരാമീറ്റേഴ്സ് എഴുതുന്നു. ഡയറക്റ്റ് നമ്മുടെ ഫോമിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. യു വിൽ ഗെറ്റ് ഡെൽ ഡോട്ട് എ ഫോർ സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ ആണേ? ശരി.
കേളാണ്. ഇവിടെയും ഒരു ജനറൽ ഫോർമാറ്റാണ്. അപ്പോൾ നമ്മൾ ഗ്രേഡിയൻറ്റ് പഠിച്ചു കഴിഞ്ഞു, ദെൻ അതിനുശേഷം നമ്മൾ ഡൈവേർജൻറ്റ് പഠിച്ചു കഴിഞ്ഞു, ദെൻ വീണ്ടും നമ്മൾ വരുന്നത് കേളിലേക്കാണ്. അപ്പോൾ കേളിൽ വെക്ടർ ടു സ്കെയിലാറോ സ്കെയിലാർ ടു വെക്ടർ അല്ല, ഒരു വെക്ടറിനെ മറ്റൊരു വെക്ടറാക്കി തന്നെ മാറ്റുന്നതിനാണ് നമ്മൾ അതിൻ്റെ കേൾ എന്ന് പറയുന്നത്. കേൾ നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത്, ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും. ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡൈവേർജൻ്റ് ആണ്, ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേളാണ്, കേൾ. അപ്പോൾ ഡെൽ ക്രോസ് എ ഈസ് ഈക്വൽ ടു H1 E1 H2 E2 H3 E3, ഡോ ബൈ ഡോ U1 ഡോ ബൈ ഡോ U2 ഡോ ബൈ ഡോ U3, H1 A1 H2 A2 H3 A3. ഇത്രയും കാര്യങ്ങൾ എഴുതുക. ദെൻ ജനറൽ ഫോർമാറ്റ് കിട്ടിയെങ്കിൽ നമുക്ക് ഇട്ട് കൊടുത്താൽ പോരെ അതിൻ്റെ അകത്തേക്ക് വെറുതെ അങ്ങ് വാല്യൂ. ഇപ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആണെങ്കിൽ E1 E2 E3 എന്താ എക്സ് ക്യാപ്പ് വൈ ക്യാപ്പ് ഇസഡ് ക്യാപ്പ്, H1 H2 3 എന്താ 1 1 1. ദെൻ എ എന്ന് പറഞ്ഞാൽ AX എക്സ് ക്യാപ്പ്, AY വൈ ക്യാപ്പ്, AZ ഇസഡ് ക്യാപ്പ്. ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. H1 E1 H1 E1 H1 1 ആണ്, അപ്പോൾ എക്സ് ക്യാപ്പ്, H2 E2 വൈ ക്യാപ്പ്, H3 E3 ഇസഡ് ക്യാപ്പ്, ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ്. ദെൻ AX AY AZ. കാരണം 1 1 ആണ് H1 H2 H3യും A1 A2 A3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഡെൽ ക്രോസ് കിട്ടി. സോ ഇത് തന്നെ നമുക്ക് കേൾ ഓഫ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എഴുതാൻ പറ്റും. റോ ക്യാപ്പ് ഫൈ ക്യാപ്പ് ഇസഡ് ക്യാപ്പ്, 1 റോ 1, എ റോ റോ ഫൈ എ ഫൈ ഫൈ ക്യാപ്പ് എ ഇസഡ് ഇസഡ് ക്യാപ്പ്. ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. E1 ഇൻറ്റു H1 E1 ഇൻറ്റു H1 E2 ഇൻറ്റു H2, ഒരു ക്യാപ്പ് ഉണ്ട്, വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ E1 H1 ആണ് നമ്മളിവിടെ എഴുതുന്നത്, E1 ക്യാപ്പ്. സോ E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ റോ ക്യാപ്പാണ്, സോ റോ ക്യാപ്പ്. H1 എന്താണ് 1 ആണ്, സോ റോ ക്യാപ്പ് ഇൻറ്റു 1. ഇവിടെയാണെങ്കിൽ E2 ക്യാപ്പ് ഇൻറ്റു H2. സോ E2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈ ക്യാപ്പാണ്, ഫൈ ക്യാപ്പ്. H2 എന്ന് വെച്ചാൽ റോയാണ്, റോ. ഇവിടെയാണെങ്കിൽ E3 ക്യാപ്പ് ഇൻറ്റു H3. E3 എന്ന് പറഞ്ഞാൽ ഇസഡ് ആണ്, ദെൻ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H3 എന്ന് പറയുന്നത് 1 വാല്യൂ ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റോ ക്യാപ്പ് റോ ഫൈ ക്യാപ്പ് ഇസഡ് ക്യാപ്പ്. താഴെ ഡോ ബൈ ഡോ റോയ് ഡോ ബൈ ഡോ ഫൈ ഡോ ബൈ ഡോ ഇസഡ്. മറ്റെവിടെയെങ്കിൽ എക്സ് വൈ ഇസഡ്, എ റോ റോ എ ഫൈ എ ഇസഡ്. ഓക്കെ. ദെൻ നിങ്ങൾ തന്നെ ഒന്ന് സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ നിർത്തിയിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കി. സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഇതുപോലെ തന്നെ E1 E2 E3 നിങ്ങൾ എഴുതുക. അതുപോലെ തന്നെ H1 H2 H3 നിങ്ങൾ എഴുതുക. ദെൻ ഗിവൻ വെക്ടർ A ഈക്വൽ ടു AR ക്യാപ്പ് A തീറ്റ തീറ്റ ക്യാപ്പ് A ഫൈ ഇൻറ്റു ഫൈ ക്യാപ്പ്. നമുക്കൊരു ജനറൽ ഫോർമാറ്റ് ഉണ്ടായിരുന്നല്ലോ. ഡിറ്റർമിനൻ്റ് എഴുതുക, നടുക്ക് വാല്യൂസ് എഴുതുക, ഇതെല്ലാം അങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നിങ്ങൾക്ക് കിട്ടും ഡെൽ ക്രോസ് A ഈക്വൽ ടു ഇത്രയും വാല്യൂ. ഓക്കെ. ആപ്ലിക്കേഷൻ ഓഫ് ഗ്രേഡിയൻറ്റ്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റീകളക്ട് ചെയ്ത് പറയുകയാണ് പെട്ടെന്ന്. നമ്മൾ ഗ്രേഡിയൻറ്റ് ആദ്യം പഠിച്ചു, ജനറൽ ഫോർമാറ്റ് മാത്രം പഠിച്ചു വയ്ക്കുക. അതിനുശേഷം ഓരോ കോർഡിനേറ്റിൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനുശേഷം ഡൈവേർജൻറ്റ് നമ്മൾ പഠിച്ചു. ഡൈവേർജൻറ്റ് എന്ന് പറയുന്നത് ചെയ്യുമ്പോഴും ഇതുപോലൊരു ജനറൽ ഫോർമാറ്റ് ഉണ്ട്. ആ ജനറൽ ഫോർമാറ്റിൽ നിന്ന് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതാൻ പഠിക്കുക. അത് കഴിഞ്ഞാൽ കേൾ വരും. കേളിലും ജനറൽ ഫോർമാറ്റ് ഉണ്ട്, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് ഡെൽ ക്രോസ് എ. 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതൊക്കെ എവിടെയാണ് നമ്മൾ ആപ്ലിക്കബിൾ ആയിട്ട് ഉപയോഗിക്കുന്നത്? നമ്മൾ ഇലക്ട്രോഡൈനാമിക്സിലും ക്വാണ്ടം മെക്കാനിക്സിലും നമ്മൾ ഇക്വേഷൻസിൽ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. അത് കൂടാതെയും വെക്ടേഴ്സ് ഡയറക്റ്റ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ആപ്ലിക്കേഷനാണ് കൺവേർട്ട് എ സ്കേലാർ ഫീൽഡ് ഇൻറ്റു എ വെക്ടർ ഫീൽഡ്. ഫൈനെ ഡെൽ ഫൈ ആക്കി മാറ്റുക. നിങ്ങൾക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ ഇക്വേഷനെ വെക്ടറായി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിക്കാൻ പറ്റും. സോ യൂസ് ടു ഫൈൻഡ് നോർമൽ ടു ദ സർഫസ് ഓർ ദ ഡയറക്ഷൻ ഓഫ് റാപ്പിഡ് ഇൻക്രീസ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഗ്രേഡിയൻ്റ് എവിടെയാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നാണ്. സോ ഒരു സർഫസിൻ്റെ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ആ സർഫസിൻ്റെ ഇക്വേഷനിൽ നിന്നും ഒരു വെക്ടർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഗ്രേഡിയൻ്റ് ഉപയോഗിക്കുന്നത്. ആ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് ആ ഫംഗ്ഷൻ്റെ മാക്സിമം ചേഞ്ച് ആയിരിക്കും. ഇപ്പോൾ നമുക്കൊരു ടെമ്പറേച്ചർ ഒരു ഫംഗ്ഷനായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ ടെമ്പറേച്ചറിൻ്റെ മാക്സിമം ചേഞ്ച് ഏത് ഡയറക്ഷനിലാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഗ്രേഡിയൻ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഫംഗ്ഷൻ എന്ത് വേണേലും തരാം, ടെമ്പറേച്ചർ ആവാം, കൂൾനെസ് എന്ത് വേണേലും ആവാം. സോ അതൊരു ഫംഗ്ഷനായിട്ട് തന്നു കഴിഞ്ഞാൽ ആ ഫംഗ്ഷനെ വെക്ടറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ എക്സ് ദിശയിൽ എത്ര ചേഞ്ച് ഉണ്ട്, വൈ ഡയറക്ഷനിൽ എത്ര ചേഞ്ച് ഉണ്ട്, ഇസഡ് ഡയറക്ഷനിൽ എത്ര ചേഞ്ച് ഉണ്ട് എന്ന് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ ഈ പറയുന്ന ഗ്രേഡിയൻ്റെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ.
ഒരു ഫംഗ്ഷൻ ജനറൽ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ആ ജനറൽ ഫംഗ്ഷൻ നമ്മൾ ഗ്രേറ്റസ്റ്റ് ചേഞ്ച് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഓക്കെ, ദെൻ calculating directional derivative, that is increase the function in any arbitrary direction. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്കിപ്പോൾ ഇതൊരു സർഫസ് ആണ്. ആ സർഫസിൻ്റെ ഒരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ടാവും. ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്നൊക്കെ വെറുതെ തന്നിട്ടുണ്ടാവും. ഇത് ഫൈ എന്ന് വിളിക്കാം. അപ്പോൾ നിങ്ങൾ ഡെൽ ഫൈ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മാക്സിമം ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്താണ് ഡിറക്ഷണൽ ഡെറിവേറ്റീവ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഡി ഡി എന്നാണ് സാധാരണ റെപ്രസെൻറ്റ്. ഡി ഡി ഈസ് ഈക്വൽ ടു ഡെൽ ഫൈ ഡോട്ട് എ. നിങ്ങൾ ഈ കണ്ടുപിടിക്കുന്ന ഡെൽ ഫൈ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മാക്സിമം ചേഞ്ച് ആണ്. ഡിറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഡയറക്ഷനുള്ള ചേഞ്ച് എത്രത്തോളമാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതിപ്പോൾ മാക്സിമം ചേഞ്ച് ഡെൽ ഫൈ ആണെന്ന് വിചാരിക്കുക. ഡെൽ ഫൈ അങ്ങനെയാണെങ്കിൽ ഈ ദിശയിലുള്ള ചേഞ്ച് കണ്ടുപിടിക്കണമെങ്കിൽ ഡെൽ ഫൈ ഡോട്ട് എ ക്യാപ്പ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഗ്രേഡിയൻറ്റ് ഉപയോഗിക്കുന്നത് ഒരു സർഫസിൻ്റെ മാക്സിമം ചേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്രേഡിയൻറ്റ് ഉപയോഗിക്കാം. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വേറെ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലുള്ള ചേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് അഥവാ ഡി ഡി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ സാധാരണ കണ്ടുപിടിക്കുന്ന ഡെൽ ഫൈനെ ഒരു എ ക്യാപ്പ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഗ്രേഡിയൻറ്റിൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഒരു ആപ്ലിക്കേഷൻ കൂടി ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. യൂസ്ഡ് ടു ഫൈൻഡ് ടാൻജൻറ്റ് ടു ദ സർഫസ്. സോ പ്രീവിയസ് ഇയറിൽ ഒരു ക്വസ്റ്റിന് ഈ ഒരു ഇക്വേഷൻ ഒന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ ജസ്റ്റ് നോട്ട് ചെയ്യുക. ആർ മൈനസ് ആർ നോട്ട് ഇൻറ്റു ഡോട്ട് ഡെൽ ഫൈ ഈസ് ഈക്വൽ ടു 0. നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് കൂടെ പറഞ്ഞു പോവാം. നെക്സ്റ്റ് വൺ ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ ആണ്. ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ. അപ്പോൾ നമ്മൾ ഗ്രേഡിയൻറ്റ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഗ്രേഡിയൻ്റെ കാര്യങ്ങളെല്ലാം ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദെൻ ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ. സോ ഡെൽ സ്ക്വയർ ഫൈ ഈസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് ഡെൽ ഫൈ. ഈ ഡെൽ സ്ക്വയർ ഫൈനെ വിളിക്കുന്ന പേരാണ് ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ എന്ന്. എന്താണ് ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ? മുമ്പത്തെ വർഷത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡെൽ സ്ക്വയർ ഫൈ ഈസ് ഈക്വൽ ടു എന്താണെന്നുള്ളത്. സോ ഡെൽ സ്ക്വയർ ഫൈ ഈസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് ഡെൽ ഫൈ. ഡെൽ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡിയൻ്റ് ആണ്. ഡെൽ ഡോട്ട് എന്ന് പറയുമ്പോൾ ഡൈവേർജൻ്റ് ആണ്. ഇത് വേണമെങ്കിൽ നമുക്ക് വേറൊരു ഫോമിൽ കൂടി എഴുതാം. എങ്ങനെയാണെന്നറിയോ? ഇനി പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിച്ചാലോ? അതായത് ഡെൽ സ്ക്വയർ ഫൈ ഈസ് ഈക്വൽ ടു ഡൈവേർജൻ്റ് ഓഫ് ഗ്രേഡ് ഫൈ. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. കാരണം എന്താ? ഡെൽ ഡോട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഡൈവേർജൻ്റ് എന്നാണ്. ഡെൽ ഫൈ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഗ്രേഡിയൻ്റ് എന്നാണ്. അപ്പോൾ ഡെൽ സ്ക്വയർ ഫൈ ഈസ് ഈക്വൽ ടു ഡൈവേർജൻ്റ് ഓഫ് ഗ്രേഡ് ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരി തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ജനറൽ ഫോർമാറ്റ് ഉണ്ട്. ഈ ജനറൽ ഫോർമാറ്റ് എല്ലാം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഡെൽ സ്ക്വയർ ഫൈ എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ് അല്ല. പഠിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഇത് ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം സാധാരണ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ തന്നെയായിരിക്കും ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ. കാരണം മറ്റുള്ളതെല്ലാം ഒരുപാട് ലെങ്തായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൻ്റെ ഡെൽ സ്ക്വയർ ഫൈ ഈസ് ഈക്വൽ ടു ഡോ സ്ക്വയർ എക്സ് ബൈ ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ ഇസഡ് സ്ക്വയർ എന്നാണ്. അപ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റിലെ ലാപ്ലേഷ്യൻ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ദെൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റിലും ആ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂസ് എല്ലാം കിട്ടും. ഇനി ഇവിടെ ഈ സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റിൻ്റെ ഫസ്റ്റ് ടേം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം. ഏത് ടേം? ഈ ടേം ഒന്ന് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യണം. ഈ ഒരു ഫസ്റ്റ് ടേം, ഇത്രയും ടേം നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടേം മാത്രം നിങ്ങൾ നോട്ട് ചെയ്യുക. ബാക്കിയുള്ള ടേമുകൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടി മാത്രമാണ് ഇതെല്ലാം ബോക്സിനകത്താക്കി വെച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ എഴുതുന്ന ഈ 3 കാര്യങ്ങൾ. അപ്പോൾ ഈ 3 കാര്യങ്ങളിലെ ഇമ്പോർട്ടൻ്റ് കാർട്ടീഷ്യൻ കോർഡിനേറ്റിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ഈ താഴെ പറയുന്ന സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റിൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഡെൽ സ്ക്വയർ ഫൈനെയാണ് നമ്മൾ ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ ഡെൽ സ്ക്വയർ ഫൈ ഈക്വൽ ടു ഡെൽ ഡോട്ട് ഡെൽ ഫൈ എന്നാണ് നമ്മൾ എഴുതുന്നത്.
ഓർക്കേണ്ട കാര്യം കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ ഡോ സ്ക്വയർ ഫൈവ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഫൈവ് ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഫൈവ് ബൈ ഡോ എച്ച് സ്ക്വയർ. ദെൻ മൂവിങ് ടു സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്, ഫസ്റ്റ് ടേം ഈസ് സിഗ്നിഫിക്കൻറ്റ്. ഡെൽ സ്ക്വയർ ഫൈവ് ഈസ് ഈക്വൽ ടു 1 ബൈ ആർ സ്ക്വയറിൻ്റെ ഡോ ബൈ ഡോ ആർ ഓഫ് ആർ സ്ക്വയർ ഓഫ് ഡോ ഫൈവ് ബൈ ഡോ ആർ. അതൊന്ന് മനസ്സിൽ വയ്ക്കുക, കാരണം ഇവിടെ നിന്ന് പ്രോബ്ലം നമുക്ക് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് ഞാനൊന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. ദെൻ ഈ റേഡിയൽ ഫോംസിൽ നിന്ന് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. റേഡിയൽ ഫോംസ് എന്താണ്? റേഡിയൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോമിനെയാണ് നമ്മൾ റേഡിയൽ ഫോം എന്ന് പറയുന്നത്. ഇപ്പോൾ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ആറുണ്ട്, തീറ്റയുണ്ട്, ഫൈ ഉണ്ട്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് റോ ഉണ്ട്, ഫൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. സാധാരണ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആണെങ്കിൽ എക്സ്, വൈ, ഇസഡ്. ആറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് ഫംഗ്ഷൻ വരുന്നതെങ്കിൽ അതിന് നമ്മൾ റേഡിയൽ ഫോം എന്നാണ് പറയുന്നത്. ഓക്കെ, സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റിലാണെങ്കിലും നമുക്കൊരു ഇക്വേഷൻ ഓൺലി ഡിപ്പെൻഡ് ഓൺ ആർ വന്നിട്ടുണ്ടെങ്കിൽ റേഡിയൽ ഫോമാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാ ഫോമുകളും നമുക്ക് എടുക്കേണ്ടി വരില്ല. അപ്പോൾ ഡെൽ ഓഫ് എഫ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു ആർ ക്യാപ്പ് ഇൻറ്റു ഡോ എഫ് ഓഫ് ആർ ഡിവൈഡഡ് ബൈ ഡോ ആർ. അതായത് ഗ്രേഡിയൻ്റ്, ഇപ്പോൾ നിങ്ങൾക്കൊരു എഫ് ഓഫ് ആർ വന്നിട്ടുണ്ട്. എഫ് ഓഫ് ആർ ഓൺലി ഡിപ്പെൻഡ് ഓൺ ആർ, ഓൺലി ഡിപ്പെൻഡ് ഓൺ ആർ. ആറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് വരുന്നതെങ്കിൽ ഗ്രേഡ് ഡെൽ ഓഫ് എഫ് ഓഫ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ക്യാപ്പ് ഇൻറ്റു ഡോ എഫ് ബൈ ഡോ ആർ. ഇങ്ങനെയാണ് അതിൻ്റെ ഫോം. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ആ ഫംഗ്ഷൻ്റെ അകത്ത് ആറ് ടേം മാത്രമേ ഉള്ളൂ. നിങ്ങളോട് ഗ്രേഡിയൻറ്റ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മാത്രം എഴുതിയാൽ മതി? ഇത് മാത്രം കണ്ടുപിടിച്ചാൽ മതി, ആർ ക്യാപ്പ് ഇൻറ്റു ഡോ എഫ് ഡിവൈഡഡ് ബൈ ഡോ ആർ. ഇനി ഡൈവേർജൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഡെൽ ഡോട്ട് എഫ് ഈസ് ഈക്വൽ ടു 1 ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് ആർ സ്ക്വയർ എഫ് ഓഫ് ആർ. ആ എഫ് ഓഫ് ആറും കൂടി ഇട്ട് കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ദെൻ കേളാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ കേൾ ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എഫ് ഓഫ് ആർ ഇൻറ്റു ആർ ക്യാപ്പ് ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ റേഡിയൽ ഫോമിൽ വരുന്ന എല്ലാ കേളുകളും എങ്ങനെയാണ്? 0 ആണ്. കാരണം ഒരു ലൈൻ മാത്രമല്ലേ നമുക്ക് തരുള്ളൂ, റേഡിയസ് ആർ. സോ അതിന് കേളില്ല, കേറെന്ന് പറയുന്നത് അതിൻ്റെ 0 ആണ്. സോ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് കറക്റ്റായിട്ട് പഠിക്കണം. ഇതിൻ്റെ പ്രോബ്ലംസ് ഞാൻ നിങ്ങളെ ചെയ്ത് കാണിക്കാം. 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 5 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ഗ്രേഡിയൻ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഡെൽ ആർ റൈസ് ടു എൻ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡെൽ ആർ റൈസ് ടു എൻ കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കേണ്ടത്. അതായത് ഡെൽ ഓഫ് എഫ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു ആർ ക്യാപ്പ് ഇൻറ്റു ഡോ എഫ് ഓഫ് ആർ ഡിവൈഡ് ബൈ ഡോ ആർ. അതായത് ഡോ ബൈ ഡോ ആർ ഓഫ് ഈ കൂടെ നിൽക്കുന്ന ആളെയാണ് എഫ് ഓഫ് ആർ എന്ന് പറയുന്നത്. സോ ഇവിടെ ആർ റൈസ് ടു എൻ എന്ന് എഴുതാം, ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ആർ ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് ആർ റൈസ് ടു എന്ന് വെച്ചാൽ എൻ ആർ റൈസ് ടു എൻ മൈനസ് 1. ഇത്രയേ ഉള്ളൂ അതിൻ്റെ സൊല്യൂഷൻ. ആർ ക്യാപ്പ് ഇൻറ്റു എൻ ആർ റൈസ് ടു എൻ മൈനസ് 1, അതൊരു സൊല്യൂഷൻ. ഇനി ഇവിടെ നിങ്ങൾ നോക്കിയാൽ അടുത്തത് ഡെൽ ആർ സ്ക്വയർ ആണ്. എന്താണ്? ഈക്വൽ ടു ആർ ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് ആർ സ്ക്വയർ അല്ലേ? അപ്പോൾ ആർ ക്യാപ്പ് ഇൻറ്റു 2r എൻ ആർ റേസ് ടു എൻ മൈനസ് 1. അപ്പോൾ 2 ഇൻറ്റു ആർ റേസ് ടു 2 മൈനസ് 1. അടുത്തത് ഡെൽ 1 ബൈ ആർ. അപ്പോൾ ആർ ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് 1 ബൈ ആർ is equal to minus 1 by r square into r cube അല്ലേ? ഡോ ബൈ ഡോ ആർ ഓഫ് 1 ബൈ ആർ എന്ന് പറഞ്ഞാൽ മൈനസ് 1 ബൈ ആർ സ്ക്വയർ ആണ്. ആർ ക്യാപ്പിനെ അതുപോലെ തന്നെ ഇവിടെ മാർക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഡൈവേർജൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഡെൽ ഡോട്ട് വെക്ടർ ആർ എന്നാണ്. എന്താണ്? ഡെൽ ഡോട്ട് വെക്ടർ ആർ. അപ്പോൾ ഇവിടെ വെക്ടർ ആർ ഈസ് ഈക്വൽ ടു ആർ ക്യാപ്പ് ഈസ് ഈക്വൽ ടു വെക്ടർ ആർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ആർ. അപ്പോൾ വെക്ടർ ആർ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? വെക്ടർ ആർ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ആർ ഇൻറ്റു ആർ ക്യാപ്പ്. മോഡുലസ് ഓഫ് ആർ ഇൻറ്റു ആർ ക്യാപ്പ്. ഈ മോഡുലസ് ഓഫ് ആർ ആണ് ഈ എഫ് ഓഫ് ആറിൻ്റെ സ്ഥാനത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അതായത് ആർ ക്യാപ്പിൻ്റെ കൂടെ നിൽക്കുന്ന ആൾ ആരാണോ
ആളെയാണ് ഡൈവേർജൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ എഫ് ഓഫ് ആറിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/r² ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് r² എഫ് ഓഫ് ആർ എന്താണ്, മോഡുലസ് ഓഫ് ആർ തന്നെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/r² ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് r³ അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/r² ഇൻറ്റു 3r² എന്ന് എഴുതാം. r² ക്യാൻസൽ ചെയ്യുക, ഗെറ്റ് 3. കണ്ടോ, ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്, മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏത്? ഈ ക്വസ്റ്റ്യൻ. അതായത് ഡെൽ ഡോട്ട് വെക്ടർ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാണ്? 3 ആണ്. ഒരു സ്റ്റാൻഡേർഡ് ഫോമാണ്, സ്റ്റാൻഡേർഡ് ഫോം. അത് അതുപോലെ ബൈഹാർട്ട് പഠിച്ചു കഴിഞ്ഞാലും തെറ്റൊന്നുമില്ല. ഓക്കെ.